ഹായ്, ഹലോ. എനിക്ക് വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്യായിരുന്നു. ഹായ്, വെൽക്കം ടു ഹിൽട്ടൺ ഗാർഡൻ. അപ്പം ഈ ഒരു പരിപാടി ഇങ്ങനെ വളരെ നല്ല രീതിയിൽ പോവുകയാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു വലിയ ചേഞ്ചാണ്. കാരണം ഫാമിലി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താണ് അവരെല്ലാവരുടെയും ടേസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് സാറിന് ഇഷ്ടം കഴിക്കാനായിട്ട്? സാറിന് കഴിക്കാറുണ്ട്. നോൺ വെജ് ചിക്കനാണ് കൂടുതൽ. ചിക്കനാണ് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത്. മീറ്റൊക്കെ പ്രശ്നമുള്ളതാണല്ലോ. എസ്പെഷ്യലി നിങ്ങൾ രണ്ടുപേരും വെറ്റിനറി ഫീൽഡിലുള്ളവരാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ലോട്ട് ഓഫ് ഇഷ്യൂസ് ഉണ്ടല്ലോ നമുക്ക് പല മീറ്റും, എസ്പെഷ്യലി ബീഫൊക്കെ ലാസ്റ്റ് ഒരു മാസം. അല്ല, അത് സയന്റിഫിക്കലി ആയിട്ടുള്ളതാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതുള്ള നമുക്ക് പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഓപ്പൺ സ്ലോട്ടറിങ്ങും ആ ഒരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നില്ല. ആൾക്കാർക്കും അതിനെപ്പറ്റിയുള്ള അവബോധം കുഴപ്പമില്ല. പക്ഷേ ആൾക്കാർക്ക് അത്രയും ഒരു അതിനെപ്പറ്റി ഇമ്പോർട്ടൻസ് അറിയില്ല, എത്രത്തോളം അത് ഹാംഫുൾ ആണെന്നുള്ളത്. ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ചില സമയത്ത് കിട്ടാൻ പ്രയാസമാണ്. ഇവിടെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. പീരിയോഡിക്കായിട്ട് നമ്മളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്, ബേസിക്കലി ക്വാളിറ്റി. അപ്പം തന്നെ അതിലുള്ള മൈക്രോ ഓർഗാനിസിൻ്റെ ഗ്രോത്ത്. ബീഫ് ആക്ച്വലി നമ്മൾ അധികം സ്റ്റോക്ക് ചെയ്യാറില്ല. ബേസിക്കലി ചെറിയൊരു ഹോട്ടൽ നമുക്ക് ഒരു കൺസപ്ഷൻ അറിയാം. അപ്പോൾ ഹാർഡ്ലി നമ്മൾ വേണ്ട ഒരു ലിമിറ്റിൽ മാത്രമേ ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാൻ പോകുള്ളൂ. ഫ്രോസൺ എടുക്കാറില്ല. ചിക്കൻ മാത്രം ഈ പറഞ്ഞാൽ അഗെയിൻ സ്ലോട്ടേഡ് എന്നാണ് അത് ചെയ്ത് അപ്പം തന്നെ വരുന്ന രീതിയിലാണ്. ഏത് സ്കൂളിൽ പഠിക്കുന്നു? സർവോദയ. കുക്കിംഗ് ഇഷ്ടമാണോ? ആ, അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആളായി. അവൻ പറയുന്നത് ഭാവിയിൽ ഷെഫ് ആവണം. ഫുഡ് എക്സ്പെരിമെന്റ്സ് ഒക്കെ ഭയങ്കര താല്പര്യമാണ്. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഈ ഷോ കഴിയുമ്പോഴത്തേക്ക് അതിനെ പറ്റിയുള്ള ഇതൊക്കെ അങ്ങ് മാറി കിട്ടും. ഫുഡിനോടുള്ള ഇൻട്രസ്റ്റ് ആണ് ഈ ഷെഫ് ആവണം ഒരു താല്പര്യത്തിന് തന്നെ കാരണം. അപ്പോൾ അത് കാണാനും ഉണ്ട് ആ ഒരു വെൽ ബിൽറ്റ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. നമ്മൾ രാജീവ് സാറിൻ്റെയും സോണി മാമിൻ്റെയും വീട്ടിലെത്തിയിരിക്കുകയാണ്. പൊട്ടക്കുഴി വീരഭദ്ര ഗാർഡൻസിൽ ഉള്ളതാണ് വീട്. രണ്ടുപേരും വെറ്റിനറി ഫീൽഡിൽ വർക്ക് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഇൻറ്റീരിയറൊക്കെ കണ്ടാൽ തന്നെ അറിയാം അവരെല്ലാം വളരെ ട്രെൻഡി ആയിട്ടൊക്കെ സൂക്ഷിക്കുന്നതാണ്. ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഫ്രം കിച്ചൺ ട്രഷേഴ്സ്, ഞങ്ങളുടെ സ്പോൺസേഴ്സ് ഈ പ്രോഗ്രാമിൻ്റെ. അപ്പോൾ ഇന്ന് ഇവരുടെ കിച്ചണിൽ എന്തൊക്കെയാണ് നമുക്ക് നമ്മളെ സർപ്രൈസ് ചെയ്യാനുള്ളതെന്ന് കണ്ടറിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി. പിന്നെ രണ്ട് കുട്ടിപ്പട്ടാൾ എൻ്റെ കൂടെ ഉണ്ട്. അവരും വളരെ എക്സൈറ്റഡ് ആണ് ചെയ്യാനായിട്ട്. രണ്ടുപേർക്കും കുക്കിംഗ് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ശംഖു മകന് കുക്കിംഗ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കൂടെ കൂടാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് നീങ്ങാം. വാവ്, ചെറുതാണെങ്കിലും എല്ലാം വളരെ പ്രോപ്പറായിട്ട് ഓർഗനൈസ്ഡ് ആണ്. കുക്കിങ്ങിൻ്റെ എല്ലാ സാധ്യതകളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യിക്കുന്നത്. ഇപ്പോൾ വോളണ്ടിയേഴ്സൊക്കെ കുക്കിങ്ങിനുണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കട്ടെ. ഫ്രിഡ്ജിൽ എന്തുണ്ടെന്ന് നോക്കിയിട്ട് വേണമല്ലോ ഇന്നത്തെ മെനു പ്ലാൻ ചെയ്യാനായിട്ട്. ഒരു ഷെഫിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് തുടങ്ങിയാൽ മാത്രം മതി. ചിക്കൻ കൊണ്ടൊരു സ്റ്റാർട്ടർ ചെയ്യാൻ പറ്റും. മേ ബി ഒരു സാലഡ്, ട്യൂണയും ആപ്പിളൊക്കെ വെച്ച് നല്ല സാലഡ് ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു പാസ്ത ഇഷ്ടമല്ലേ? പാസ്ത ഡെഫിനറ്റ്ലി നോക്കാം. അപ്പോൾ ഈ 3 ഡിഷാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ശംഖുവിന് വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടോ ചെയ്യാനായിട്ട്? ഇത് തന്നെ പോരെ കഴിക്കും. അപ്പോൾ ചിക്കൻ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും കഴിക്കുന്ന പോലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ വെച്ചൊരു പല റേഞ്ച് ഓഫ് ക്യൂസീൻ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു സാലഡിനുള്ള ഇതുണ്ടായുണ്ട്. സാലഡും ഒരു സ്റ്റാർട്ടർ പോലെ ഒരു ചിക്കനും ഒപ്പം ഒരു പാസ്തയും. ഒരു പാസ്ത ഡെഫിനറ്റ്ലി ഇറ്റാലിയൻ ടച്ച് വേണം. എന്നാലൊരു ഇന്ത്യൻ ട്വിസ്റ്റും കൂടെ അത്യാവശ്യം കുറച്ച് കൊടുക്കാം. കാരണം ഇറ്റാലിയൻ എല്ലാവരും കഴിച്ച് എല്ലാവർക്കും അറിയാം. ഒരു ഇന്ത്യൻ ട്വിസ്റ്റ് കൊടുക്കാം. പിന്നെ സാലഡിന് ഡെഫിനറ്റ്ലി ട്യൂണ ഉപയോഗിച്ച് സാലഡ് ചെയ്യാം. ഒപ്പം ചിക്കൻ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിനൊരു ചെറിയൊരു ഏഷ്യൻ ഫ്ലേവർ അല്ലെങ്കിൽ ഒരു തായ് ഫ്ലേവർ കൊടുക്കാം. സോ രാജേഷ് സാറിൻ്റെ വീട്ടിൽ നമ്മളുണ്ട്, സോണി മാം ഉണ്ട്, ശംഖു റെഡിയാണ്. ശംഖുവിന് ഒരു ചെറിയ ടാസ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി. നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വെജിറ്റബിൾ ബോയിൽ ചെയ്യാനുള്ള വെള്ളം ഞാൻ വെക്കാൻ പോവുകയാണ്. ശംഖുവിൻ്റെ ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോളും. കുറച്ച് ബേബി കോൺ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാൻ കഴിയും. ബേബി കോൺ ഇപ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ട് നല്ല പാക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. കുറച്ച് ഹാർഡായിട്ടുള്ള വെജിറ്റബിൾ ഞാൻ ആദ്യം ഇടുകയാണ്. വെജിറ്റബിളിൻ്റെ ആവശ്യം കട്ട് ചെയ്യാനുള്ളതൊക്കെ അത്യാവശ്യം ചെയ്യുന്നു.
നമ്മൾ പറഞ്ഞ പോലെ സാലഡിനുള്ള ലെറ്റ്യൂസ് ലീഫ് ഒന്ന് ടയർ ചെയ്തിടുകയാണ്. ലെറ്റ്യൂസ് ലീഫ് അധികം നൈഫ് കൊണ്ട് ഹാൻഡിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ബേസിക്കലി നൈഫ് കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഷ്രെഡ് ചെയ്യുന്നതോറും അത് കൂടുതൽ പെട്ടെന്ന് വിൽട്ട് ആവാനും. ഐസ്ബർഗ് ഉണ്ട്, റൊമേൻ ഉണ്ട്, ക്രഞ്ചി ആയിട്ടുള്ള 2. അപ്പം ലെറ്റ്യൂസ് അങ്ങ് പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചിരിക്കുക. ഇനി നമുക്ക് ചിക്കൻ കട്ട് ചെയ്യേണ്ടി വരും. കാരണം ചിക്കൻ ഒരു ഗ്രിൽ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പോലെയുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ ആ ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. ഞാൻ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്യാൻ പറ്റും. കഴിക്കാനൊരു എളുപ്പമുണ്ടാവും, കുക്ക് ചെയ്യാനും എളുപ്പമുണ്ടാവും. സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ക്യൂവറിലോ എന്തെങ്കിലും കുത്തിയിട്ട് എടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മുടെ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്ത് ചിക്കൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു മാരിനേഷനതിന് വേണ്ടി ചെയ്യണം. വെള്ളം ബോയിലായി ഇരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇനി ബാക്കിയുള്ള ബീൻസ്, ബ്രോക്കലി തുടങ്ങിയ സാധനങ്ങളിടാം. അതിൽ മാരിനേഷന് ഒരു നമ്മൾ ഡ്രൈ ഫ്ലേവർ വേണ്ടി കുറച്ച് ജിഞ്ചർ ആഡ് ചെയ്യുന്നുണ്ട്. ജിഞ്ചർ ഒന്ന് ഫൈനായിട്ട് കട്ട് ചെയ്തിടാം. കുറച്ച് ക്രഷ് പെപ്പർ ആഡ് ചെയ്യാൻ വളരെ കുറച്ച് മതി. സോൾട്ട്, പൊടിക്ക് നമുക്ക് കറി പൗഡർ ഇവിടെ ഉണ്ട്. ഈ കറി പൗഡറിനൊരു എന്താ പറഞ്ഞാൽ നമ്മുടെ ഒരു മഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിലും കുറച്ചുകൂടി കറിയുടെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കുന്നത്. മസാലയുടെ ഒരു ടേസ്റ്റാണ് നിൽക്കുന്നത്. ചില്ലി ഫ്ലേക്സ്. ഇനി ഒരു കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യാം. ഒരു അര നാരങ്ങയുടെ അല്ലെങ്കിൽ ലെമണിൻ്റെ ജ്യൂസ്. ഇനി ആ ഒരു തായ് അതായത് അതിൽ കുറച്ച് കോക്കനട്ടും കൂടി ഇടുകയാണ്. ഞാനൊരു കോക്കനട്ട് ടീ ഫ്ലേവർ കിട്ടാനായിട്ട്. ഇപ്പം നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ കോക്കനട്ട് പൗഡർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് തിക്കായിട്ടുള്ള മിൽക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കുറച്ച് ഫ്രഷ് കോക്കനട്ട് ഇരുന്നുകൊണ്ട് വെച്ചു അതിനൊരു കോക്കനട്ടി ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. ഞാൻ കുറച്ച് ഒരു ഡ്രോപ്പ് ഓയിലും കൂടെ ഒഴിക്കുകയാണ്. അപ്പം മാരിനേഷൻ എളുപ്പം ഉണ്ടാകാനായിട്ട്.